ഇന്ന് ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേ 2026. അപസ്മാരം അഥവാ എപ്പിലെപ്സി ഏത് ഏജ് ഗ്രൂപ്പിലത്തെ ആളുകളെയും ബാധിക്കാം. ഇന്ന് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വയോധികർ, അതായത് ഏജ് 65-70 വയസ്സിന് മേലെയുള്ള രോഗികൾക്കുള്ള അപസ്മാരത്തെ പറ്റിയാണ്. സാധാരണ പറഞ്ഞു വരാറുള്ളത് അപസ്മാരം കുട്ടികൾക്ക് മാത്രമാണ് കാര്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അഡൾട്ട്സിൽ 18 വയസ്സിന് മേലെയുള്ള പ്രായത്തിൽ 20% അപസ്മാരങ്ങൾ വരുന്നത് 65 വയസ്സിന് ശേഷമാണ്. ഈ 65 വയസ്സിന് ശേഷം വരുന്ന പല അപസ്മാരങ്ങളും അല്ലെങ്കിൽ ഈ സീഷേഴ്സും പലപ്പോഴും പല കാരണങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെയോ ഒരു പ്രായമല്ലാത്തൊരു യുവാവിൻ്റെയോ അസുഖം മാറ്റുന്നത് പോലെ അത്ര എളുപ്പമല്ല. പക്ഷേ പലപ്പോഴും ഇത് പല കാരണങ്ങളാലാണ് ഉണ്ടാവുന്നത്. ആ കാരണത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഏജ് പോപ്പുലേഷൻ, എൽഡർലി പോപ്പുലേഷനിൽ അപസ്മാരത്തെ ട്രീറ്റ് ചെയ്യുന്നതിൽ സാധാരണഗതിയിൽ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു രക്തയോട്ടക്കുറവ് ബ്രെയിനിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപസ്മാരം കാണാറുള്ളത്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു ട്രോമ, അതായത് ഒരു സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന ബ്ലഡ് വാർന്നിട്ടുള്ളതിൻ്റെ കാരണത്താലോ അല്ലെങ്കിൽ പലതരം ഇൻഫെക്ഷൻസ്, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടും നമുക്ക് ഈ ഇത്തരത്തിലുള്ള സീഷേഴ്സ് കാണാറുണ്ട്. സിംറ്റമാറ്റിക് സീഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളും നമ്മൾ ഈ എൽഡർലിയിൽ കാണുന്നുണ്ട്. അതായത് ശരീരത്തിലത്തെ മറ്റ് അവയവങ്ങളുടെ പ്രശ്നം മൂലമോ ലവണങ്ങളുടെ വ്യത്യാസം, മെറ്റബോളിക് ഡിസ്റ്റർബൻസസ്, അതായത് ഷുഗർ കുറഞ്ഞു പോവുക, സോഡിയം കുറഞ്ഞു പോവുക, അതേപോലെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ് അതെന്തെങ്കിലും വരിക. പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്നവരാണ് ഈ ഏജിലുള്ളവർ. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ്, അതിനു വേണ്ടി മരുന്ന് കഴിക്കുന്നവരാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരക്കാർക്ക് എങ്ങനെയാണ് അസുഖം മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ക്ലിനിക്കൽ ഇവാലുവേഷൻ, അതേപോലെ തന്നെ രക്തപരിശോധനകൾ, ECG, ഇങ്ങനത്തെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഏത് തരത്തിലാണ് ഇത് വരുന്നത് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അപസ്മാരമായി തോന്നുന്ന പല കാര്യങ്ങളും ഈ വയോധികരിൽ അല്ലെങ്കിൽ എൽഡർലിയിൽ ഉണ്ടാവാം. ഒരു പക്ഷേ അത് വളരെ ബിനൈനായിട്ട് വരുന്ന ഒരു മോഹാലസ്യം അഥവാ സിൻകോപ്പി ആയിരിക്കാം. അതേപോലെ തന്നെ വളരെ ഡെഡ്ലി ആയിട്ടുള്ള കാർഡിയാക് ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് ഈ ഹാർട്ടിൻ്റെ അറിത്മിയാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഹാർട്ടിൻ്റെ താളം തെറ്റിയടിക്കുന്നതിൻ്റെ കൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള അപസ്മാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീഷേഴ്സ് ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അതിൻ്റെ മൂലകാരണത്തെ ചികിത്സിക്കുക തന്നെ നമുക്ക് വേണ്ടി വന്നേക്കും ഇത്തരത്തിലുള്ളത്. അപ്പോൾ വയോധികരിൽ ഒരുപാട് മരുന്ന് കഴിക്കുന്നവരാകുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്ട്രോക്ക് പോലെയും മറ്റ് അസുഖങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. താങ്ക് യു.